ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആയിരുന്നു. അതിൽ ഒന്നാമത്തെ ടെസ്റ്റായ ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ് പറഞ്ഞു. അത് ക്ലിയർ അല്ലേ ഷംന? ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ് ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് അഗർ ഡൈലൂഷൻ മെത്തേഡ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, അഗർ ഡൈലൂഷൻ മെത്തേഡ്. Okay, in that first point, serial dilution of the drug are prepared in agar and poured into plates. Okay, ഷംന പറയാൻ മറന്നു. Congrats. Okay. Okay. Treat. Okay, okay. Okay, in that first point, serial dilutions of the drug are prepared in agar and poured into plates. Okay, first point പറഞ്ഞിരിക്കുന്നത് അതായത് ഡ്രഗ്സിന്റെ സീരിയൽ ആയിട്ടുള്ള ഡയലൂഷൻ മീൻസ് ഒരുപാട് തവണയുള്ള ഡ്രഗ്സിന്റെ ഡയലൂഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രിപ്പയർഡ് ഇൻ അഗർ ആൻഡ് poured into plates. അഗറിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Okay, serial dilution of the drug are prepared in agar and poured into plates. അഗറിൽ നമ്മൾ സീരിയൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ഡയലൂഷൻസിന് വേണ്ടിയിട്ട് അഗറിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, എന്നിട്ട് പ്ലേറ്റിലോട്ട് പോർ ചെയ്യും. The next point, many strains can be inoculated on each plate containing an antibiotic dilution. Okay, ഒരുപാട് സ്ട്രെയിൻസിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഓൺ ഈച്ച് പ്ലേറ്റ്. ഓരോ പ്ലേറ്റിലോട്ട് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയുള്ള ഓരോ സ്ട്രെയിൻ, അതായത് ഓരോ പ്ലേറ്റിലോട്ട് നമ്മൾ ഒരുപാട് സ്ട്രെയിൻസിനെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഓരോ പ്ലേറ്റിലോട്ട്. ദെൻ കണ്ടെയ്നിങ് ആൻ ആന്റിബയോട്ടിക് ഡയലൂഷൻ. ഓക്കെ, അവിടെ എന്തുണ്ട്? ആന്റിബയോട്ടിക് ഡയലൂഷൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഒരു ഡയലൂഷൻ ഈ പ്ലേറ്റുകളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പറയാം, മെനി സ്ട്രെയിൻസ് ക്യാൻ ബി ഇനോക്കുലേറ്റഡ് ഓൺ ഈച്ച് പ്ലേറ്റ് കണ്ടെയ്നിങ് ആൻ ആന്റിബയോട്ടിക് ഡയലൂഷൻ. ഓക്കെ, അതായത് ആന്റിബയോട്ടിക് ഡയലൂഷൻ ആയിട്ടുള്ള പ്ലേറ്റിൽ പ്ലേറ്റിലോട്ട് നമ്മൾ ഓരോ പ്ലേറ്റിലോട്ട് നമ്മൾ എന്താണ് സ്ട്രെയിൻസിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. ഓക്കെ, മെനി സ്ട്രെയിൻസ് ക്യാൻ ബി ഇനോക്കുലേറ്റഡ് ഓൺ ഈച്ച് പ്ലേറ്റ് കണ്ടെയ്നിങ് ആൻ ആന്റിബയോട്ടിക് ഡയലൂഷൻ. അതായത് ഓരോ പ്ലേറ്റിലോട്ട് നമ്മൾ സ്ട്രെയിൻസിനെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. ഇതിൽ ഈ പ്ലേറ്റിൽ എന്താണ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഡയലൂഷൻ കണ്ടെയ്നിങ് ആണ്, മീൻസ് അടങ്ങിയിട്ടുണ്ട്. Then next point, this method is more convenient when several strains are to be tested at the same time. Okay, ഈ മെത്തേഡ് വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ്. അതായത് ഒരുപാട് സ്ട്രെയിൻസിനെ മീൻസ് ഒരുപാട് ബാക്ടീരിയസ് അല്ലെങ്കിൽ ഒരുപാട് വൈറസസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ. in several strains are to be tested at the same time. അതായത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് സ്ട്രെയിൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വളരെ ഉചിതമായിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ളതാണ്, അനുയോജ്യമായിട്ടുള്ളതാണ്. ഒരേ ടൈം തന്നെ സെയിം ടൈമിൽ തന്നെ സെവറൽ സ്ട്രെയിൻസിന്റെ ടെസ്റ്റ് നടത്താൻ, ഒരുപാട് സ്ട്രെയിൻസിന്റെ ടെസ്റ്റ് നടത്താൻ ഈ ഒരു മെത്തേഡ് വളരെ ഉചിതമാണ്. Then next point, the minimum bacterial concentration is determined by subculturing from each tube showing no grow on nutrient agar plate without any antimicrobial agent. അതായത് ഡ്രഗ്സിന്റെ അതായത് ദ മിനിമം ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ, ബാക്ടീരിയയുടെ മിനിമം കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സബ് കൾച്ചറിങ് ഫ്രം ഈച്ച് ട്യൂബ്. അതായത് നമ്മൾ ഇതിനെ സബ് കൾച്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ഡിറ്റർമൈൻഡ് ബൈ സബ് കൾച്ചറിങ് ഫ്രം ഈച്ച് ട്യൂബ്. അതായത് ഓരോ ട്യൂബിനെയും നമ്മൾ സബ് കൾച്ചർ ചെയ്യും. അതെന്ത് കാണിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയന്റ് അതായത് ന്യൂട്രിയന്റ് അഗർ പ്ലേറ്റിൽ ആന്റിമൈക്രോബിയൽ ഏജന്റ് ഇല്ലാതെ തന്നെ ഇല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു വളർച്ച ഉണ്ടാകില്ല. അതിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയാം, this minimum bacterial concentration is determined by subculturing from each tube showing no grow on nutrient agar plate without any antimicrobial agent. അതായത് ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ, മിനിമം ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് സബ് കൾച്ചർ ചെയ്യും. ഈ സബ് കൾച്ചർ ചെയ്യുന്ന ന്യൂട്രിയന്റ് ആയിട്ടുള്ള അഗർ പ്ലേറ്റില് ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഈ അഗർ പ്ലേറ്റില് ആന്റിമൈക്രോബിയൽ ഏജന്റ് ഒന്നും ഇല്ലെങ്കിലും എന്താണ് ഇവിടെ ഒരു വളർച്ചയും കാണിക്കുന്നില്ല. അതായത് ഒരു ഗ്രോത്തും കാണിക്കത്തില്ല.
each tube showing no grow on nutrient agar plate. Okay, അതായത് ഓരോ ട്യൂബും ഓരോ ട്യൂബിലും വളർച്ച ന്യൂട്രിയന്റ് അഗർ പ്ലേറ്റിൽ വിത്തൗട്ട് എനി ആന്റി മൈക്രോബിയൽ ഏജന്റ്, ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ഈ ന്യൂട്രിയന്റ് ആയിട്ടുള്ള അഗർ പ്ലേറ്റിൽ വളർച്ച കാണിക്കുന്നില്ല സബ് കൾച്ചർ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ബാക്ടീരിയയുടെ മിനിമം ബാക്ടീരിയ കോൺസെൻട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. The minimum bacteria concentration is determined by subculturing from each tube showing no grow on nutrient agar plate without any antimicrobial agent. അതായത് ബാക്ടീരിയ മിനിമം കോൺസെൻട്രേഷൻ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓരോ ട്യൂബിനെ നമ്മൾ സബ് കൾച്ചർ ചെയ്യും. അതായത് ന്യൂട്രിയന്റ് അഗർ പ്ലേറ്റിൽ ന്യൂട്രിയന്റ് അഗർ പ്ലേറ്റിൽ അവിടെ എന്താണ് ഇതൊരു ഗ്രോത്ത് ഉണ്ടാകില്ല, ഗ്രോത്ത് കാണിക്കുന്നില്ല. വിത്തൗട്ട് ആന്റിമൈക്രോബിയൽ ഏജന്റ്, ആന്റിമൈക്രോബിയൽ ഏജന്റിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ എന്താണ് ഇല്ലെങ്കിൽ പോലും ഈ അഗർ പ്ലേറ്റിൽ ഒരു വളർച്ച കാണിക്കത്തില്ല. അങ്ങനെയാണ് ബാക്ടീരിയ മിനിമം കോൺസെൻട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, incubate the plates and examine them for growth. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലേറ്റിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. ഈ അഗർ പ്ലേറ്റിനെ, ന്യൂട്രിയന്റ് അഗർ പ്ലേറ്റ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. അങ്ങനെ എന്നിട്ട് നമ്മൾ ഗ്രോത്ത് ഉണ്ടോ എന്ന് എക്സാം ചെയ്യും, പരീക്ഷിക്കും അല്ലെങ്കിൽ നിരീക്ഷണം നടത്തും. ഇൻക്യുബേറ്റ് പ്ലേറ്റ്സ് ആൻഡ് എക്സാമിൻ them for growth. Then next point, the tube containing the lowest concentration of the drug that fails to show growth on subculture is the minimum bacterial concentration of the drug for that test strain. അതായത് the tube containing the lowest concentration of the drug. അതായത് ഈ ട്യൂബുകളിൽ എന്താണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് എന്താണ് ഗ്രോത്തിനെ ശരിക്കും കാണിക്കുന്നില്ല. ദാറ്റ് ഫെയിൽസ് ടു ഷോ ഗ്രോത്ത്, ദാറ്റ് ഫെയിൽ ആണ്, ഇതൊരു എന്താ പറയുക കറക്റ്റ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുന്നില്ല. ഓൺ സബ് കൾച്ചർ, പക്ഷെ എന്താണ് സബ് കൾച്ചർ ചെയ്യുമ്പോൾ ആ ട്യൂബിനെ നമ്മൾ പിന്നെയും അഗർ പ്ലേറ്റിൽ സബ് കൾച്ചർ ചെയ്യുമ്പോൾ എന്താണ് മിനിമം ബാക്ടീരിയ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രെയിനിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സ്ട്രെയിനിന്റെ ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് നടത്താൻ പറ്റുന്നത്. ഒന്നുകൂടി പറയാം, ദ ട്യൂബ് കണ്ടെയ്നിങ് ദ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഡ്രഗ് ദാറ്റ് ഫെയിൽസ് ടു ഷോ ഗ്രോത്ത്, on subculture is the minimum bacterial concentration of the drug for that test strain. അതായത് ഈ ട്യൂബിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, ഫസ്റ്റ് നമ്മൾ ട്യൂബ്സ് ആണ് എടുത്തത്, ആ ട്യൂബ്സിൽ എന്താണ് ലോവസ്റ്റ് ആയിട്ടുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഗ്രോത്തിനെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല, ഫെയിൽ ആയിട്ടാണ് കാണിക്കുന്നത്. ഫെയിൽസ് ടു ഷോ ഗ്രോത്ത്, ഗ്രോത്തിനെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഓൺ സബ് കൾച്ചർ, അതായത് സബ് കൾച്ചർ നടത്തുമ്പോൾ is the minimum bacterial concentration of the drug for that test strain. അതായത് മിനിമം, അതായത് സബ് കൾച്ചർ നടത്തുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഡ്രഗിന്റെ മിനിമം ബാക്ടീരിയ കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ സ്ട്രെയിനിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. അഗർ ഡയലൂഷൻ മെത്തേഡ്, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, serial dilution of the drug are prepared in agar and poured into plates. അതായത് ഡ്രഗിന്റെ സീരിയൽ ഡയലൂഷന് വേണ്ടി ഒരുപാട് തവണയുള്ള ഡയലൂഷൻ നേർപ്പിക്കലിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സൊല്യൂഷനെ ഇതിനെ നമ്മൾ അഗറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. Many strains can be inoculated on each plate containing an antibiotic dilution. അതായത് ഒരുപാട് സ്ട്രെയിൻസിനെ നമ്മൾ ഈ ഓരോ പ്ലേറ്റിലും നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്തുണ്ട്, ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഡയലൂഷൻ അടങ്ങിയിട്ടുണ്ട്. Then this method is more convenient when several strains are to be tested at the same time. ഈ ഒരു മെത്തേഡ് വളരെ കൺവീനിയന്റ് ആണ്, അനുയോജ്യമായിട്ടുള്ളതാണ്. അതായത് ഒരേ ടൈമിൽ തന്നെ ഒരുപാട് സ്ട്രെയിൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടെസ്റ്റ് ആണിത്. Then the minimum bacterial concentration is determined by subculturing from each tube showing no grow on nutrient agar plate without any antimicrobial agent. അതായത് ബാക്ടീരിയയുടെ മിനിമം കോൺസെൻട്രേഷൻ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് സബ് കൾച്ചർ ചെയ്യും. ഈ ഓരോ ട്യൂബിനെയും, ഈച്ച് ട്യൂബിനെയും നമ്മൾ എന്താ പറയുക, ഓരോ ട്യൂബിനെയും നമ്മൾ സബ് കൾച്ചർ ചെയ്യും. അങ്ങനെ എന്താണ് അഗർ പ്ലേറ്റിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ആന്റിമൈക്രോബിയൽ ഏജന്റിന്റെ ആബ്സെൻസ്, അതായത് ഇല്ലെങ്കിൽ പോലും എന്താണ് അവിടെ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കത്തില്ല.
ഓക്കെ, അങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇൻക്യുബേറ്റ് ദ പ്ലേറ്റ്സ് ആൻഡ് എക്സാമിൻ ദം ഫോർ ഗ്രോത്ത്. അതിനുശേഷം നമ്മൾ ഈ പ്ലേറ്റിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും, അവിടെ എന്തെങ്കിലും വളർച്ച ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. Then next point, the tube containing the lowest concentration of the drug that fails to show growth. അതായത് ഈ ട്യൂബിൽ എന്താണ് ഏറ്റവും ഡ്രഗിന്റെ ലോവസ്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്തിനെ നമുക്ക് കാണിക്കുന്നില്ല. സബ് കൾച്ചർ ചെയ്യുമ്പോൾ എന്താണ് മിനിമം ബാക്ടീരിയ കോൺസെൻട്രേഷൻ ഓഫ് ദി ഡ്രഗ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ ഈ സ്ട്രെയിനിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടെസ്റ്റ്, അടുത്ത ഹെഡിങ് എടുക്കാം. കിർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. കിർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്, അതായത് നമ്മൾ ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഡിഫ്യൂഷൻ ടെസ്റ്റും ഡയലൂഷൻ ടെസ്റ്റും. ഡയലൂഷൻ ടെസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഡയലൂഷൻ ടെസ്റ്റിലെ രണ്ട് എക്സാമ്പിൾസ് ആയിരുന്നു വരുന്നത്, രണ്ട് ടൈപ്സ് ആണ്, ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡും അഗർ ഡയലൂഷൻ മെത്തേഡും. ഇനി അടുത്ത ടൈപ്പ് ഡിഫ്യൂഷൻ ടെസ്റ്റ് ആണ്. ആ ഡിഫ്യൂഷൻ ടെസ്റ്റിൽ വരുന്ന രണ്ട് ടൈപ്പ് ആയിരുന്നു സ്റ്റോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡും കിർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡും. ഓക്കെ, അതിൽ കിർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് ആണ് ഇവിടെ പറയുന്നത്. കിർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. ഓക്കെ, എന്താ നോക്കാം. In that first point, in this method, cotton swab dip into the inoculum. ഈ മെത്തേഡില് കോട്ടൺ ആയിട്ടുള്ള സാബ് എന്ത് ചെയ്യാണ്, നമ്മൾ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്യും. കോട്ടൺ സാബ് നമ്മൾ ഈ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്യും, മീൻസ് മുക്കും. Then inoculate the Muller-Hinton. Second point, inoculate the Muller-Hinton agar plate by streaking the swab 3 times over the entire agar surface. Okay, അതായത് ഈ എന്താ പറയാ മുള്ളർ ഹിൻഡൻ അഗർ പ്ലേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനോക്കുലേറ്റ് ചെയ്ത, അതായത് മുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സാബിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രീക്ക് ചെയ്യും. ഒരു 3 ടൈം സ്ട്രീക്ക് ചെയ്യും. സ്ട്രീക്കിംഗ് എന്താന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. സ്ട്രീക്ക് ചെയ്യും മീൻസ് വരയിടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇതിന്റെ ഒരു ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. സ്ട്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ഒരു ഇമേജ് ഇട്ട് തരാം. ലാസ്റ്റ് സൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഓക്കെ, സ്ട്രീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു 3 തവണ ഓവർ ദി എൻറ്റയർ അഗർ സർഫസ്. അതായത് മൊത്തമായിട്ടുള്ള ഈ ഒരു അഗർ സർഫസിൽ, ഈ മുള്ളർ ഹിൻഡൻ അഗർ പ്ലേറ്റിന്റെ ആ ഒരു അഗർ സർഫസിൽ ഒരു 3 ടൈം നമ്മൾ ഇതിനെ ഈ സ്വാബിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനോക്കുലേറ്റ് ദ മുള്ളർ ഹിൻഡൻ അഗർ പ്ലേറ്റ് ബൈ സ്ട്രീക്കിംഗ് ദ സ്വാബ് 3 ടൈംസ് ഓവർ ദി എൻറ്റയർ അഗർ സർഫസ്. അതായത് ഈ മുള്ളർ ഹിൻഡൻ അഗർ പ്ലേറ്റിലേക്ക് നമ്മൾ ഇതിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്ന, ഓക്കെ, ഇനോക്കുലേറ്റ് ചെയ്യുന്ന ഈ സ്ട്രെയിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മുക്കി വെച്ചിരിക്കുന്ന ആ സ്വാബിനെ ഇനോക്കുലത്തിൽ നമ്മൾ മീൻസ് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്വാബിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അഗർ സർഫസിൽ, ഈ പ്ലേറ്റിന്റെ അഗർ സർഫസിൽ നമ്മൾ ഒരു 3 ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രീക്ക് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, allow 3 to 5 minutes for the surface of agar to dry before applying the antibiotic disc, by using 100 millimeter diameter petri dish, 7 disc may be applied, 1 in center and 6 in periphery. Okay, അതായത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്തു, അതിനുശേഷം എന്താണ് 3 to 5 minutes നേരത്തോട്ട് ഈ സർഫസിനെ നമ്മൾ സർഫസ് ഓഫ് ദി അഗർ ടു ഡ്രൈ, അതായത് ഈ അഗർ സർഫസിനെ നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കും. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി ഡിപ്പ് ചെയ്തിരിക്കുന്ന സ്വാബാണ് ഇവിടെ ഈ അഗർ സർഫസിന് മുകളിൽ സ്ട്രീക്ക് ചെയ്തത്. ഒരു 3 തവണ സ്ട്രീക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, ആ സ്ട്രീക്ക് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മൾ ഇതിനെ ഒരു 3 to 5 minutes നേരത്തോട്ട് ഉണങ്ങാൻ വെക്കും. ഇത് അഗർ സർഫസിനെ ഡ്രൈ ആകാൻ വെക്കും. ഓക്കെ, ബിഫോർ അപ്ലൈയിങ് ദ ആന്റിബയോട്ടിക് ഡിസ്ക്, അതായത് ആന്റിബയോട്ടിക് ഡിസ്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിനെ ഉണക്കിയെടുക്കണം. ഒരു 3 to 5 മിനിറ്റ് നേരത്തോട്ട് ഉണക്കിയെടുക്കും. ദെൻ ബൈ യൂസിങ്, അതിന് നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ബൈ യൂസിങ് 100 ഡയമീറ്റർ പെറ്റി ഡിഷ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് 100 millimeter വ്യാസമുള്ള ഒരു പെറ്റി ഡിഷ് എന്ന് പറഞ്ഞാൽ മീൻസ് ലാബ് സൈഡിൽ പോകുമ്പോൾ കാണാം പെറ്റി ഡിഷ് ഒക്കെ എന്താണ്. ഓക്കെ, ഒരു പെറ്റി ഡിഷ് യൂസ് ചെയ്യും. Then 7 disc may be applied. Okay, പിന്നെ അതുകൂടാതെ തന്നെ ഒരു 7 ഡിസ്ക് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 1 in center and 6 in periphery. അതായത് ഒന്ന് സെന്ററിലായിട്ട്, ഒന്ന് കേന്ദ്രത്തിലായിട്ട് വെക്കും, ബാക്കി 6 ചുറ്റും വെക്കും. പെരിഫറി എന്ന് പറഞ്ഞാൽ ചുറ്റും, മീൻസ് ചുറ്റളവിൽ വെക്കും. ഒന്ന് മധ്യഭാഗത്ത് സെന്ററിൽ കേന്ദ്രത്തിൽ വെക്കും, ബാക്കിയുള്ളത് 6 ചുറ്റും വെക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ്.
ഒന്നുകൂടി പറയാം. പോയിന്റ് allow 3 to 5 minutes for the surface of agar to dry before applying the antibiotic disc, by using 100 mm diameter petri dish, 7 disc may be applied, 1 in center and 6 in periphery. അതായത് അഗർ സർഫസിൽ നമ്മൾ സ്ട്രീക്ക് ചെയ്തു, സ്വാബ് ഉപയോഗിച്ച് സ്ട്രീക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഡിസ്ക്, ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഡിസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും, ഈ അഗർ സർഫസിനെ ഒരു 3 to 5 മിനിറ്റ് നേരത്തോട്ട് ഉണങ്ങാൻ വെക്കും. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 mm ഡയമീറ്റർ ആയിട്ടുള്ള വ്യാസമായിട്ടുള്ള ഒരു പെറ്റി ഡിഷ് ഉപയോഗിക്കും. ദെൻ ഒരു 7 ഡിസ്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 1 in സെന്റർ, ഒന്ന് കേന്ദ്രത്തിലും വെക്കും, ആൻഡ് 6 in പെരിഫറി, ബാക്കിയുള്ളത് അതിനെ ചുറ്റി വെക്കും. ക്ലിയർ? ഓക്കെ, then last point, the plates are then incubated at 37 degrees Celsius for 60 to 18 hours. അതിനുശേഷം നമ്മൾ ഈ പ്ലേറ്റിനെ എന്ത് ചെയ്യണം, ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഓക്കെ, ദിസ് പ്ലേറ്റ് ആർ then incubated at 37 degrees Celsius. അതായത് ഈ പ്ലേറ്റിൽ നമ്മൾ ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും, ഒരു 16 to 18 മണിക്കൂർ നേരത്തോട്ട്. The plates are then incubated at 37 degrees Celsius for 16 to 18 hours. ഇത്രയാണ് കിർബി-ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. ഒന്നുകൂടി പറയാം, കിർബി-ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. In that, first point, in this method, cotton swab dip into the inoculum. ഓക്കെ, അതായത് ഒരു കോട്ടൺ സാബ് നമ്മൾ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്യും, മുക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഇനോക്കുലറ്റ് ദ മുള്ളർ ഹിൻഡൻ അഗർ പ്ലേറ്റ് ബൈ സ്ട്രീക്കിംഗ് ദ സ്വാബ് 3 times ഓവർ ദ എൻറ്റയർ അഗർ സർഫസ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മുള്ളർ ഹിൻഡൻ അഗർ പ്ലേറ്റ് ആണ്. ഓക്കെ, അതിലോട്ട് ഇനോക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ അഗർ സർഫസിൽ മുകളിൽ ഉപരിതലത്തിൽ, ഓക്കെ, അഗർ സർഫസിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ മുക്കി വെച്ചിരുന്ന സ്വാബിനെ സ്ട്രീക്ക് ചെയ്യും. ഒരു 3 തവണ നമ്മൾ സ്ട്രീക്ക് ചെയ്യാണ് ചെയ്യുന്നത്. The next point പറഞ്ഞിരിക്കുന്നത്, allow 3 to 5 minutes for the surface of agar to dry before applying the antibiotic disc, by using 100 mm diameter petri dish, 7 disc may be applied, and 1 in center and 6 in periphery. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ആന്റിബയോട്ടിക് ഡിസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ അഗർ സർഫസിനെ ഒരു 3 to 5 മിനിറ്റ് നേരത്തോട്ട് നമ്മൾ ഉണങ്ങാൻ വെക്കും. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ബൈ യൂസിങ്, ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 100 mm ഡയമീറ്റർ ആയിട്ടുള്ള ഒരു പെറ്റി ഡിഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഡിസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു ഡിസ്ക് മധ്യഭാഗത്തും ബാക്കിയുള്ളത് അതിനെ പെരിഫറി എന്ന് പറഞ്ഞാൽ ചുറ്റിയിട്ട്, അതിനെ ചുറ്റിയിട്ടുമാണ് വെക്കുന്നത്. ലാസ്റ്റ് പോയിന്റിൽ എന്താണ്, ഈ പ്ലേറ്റിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുക, ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുക, ഒരു 16 to 18 മണിക്കൂർ നേരത്തോട്ടാണ് ഇൻക്യുബേറ്റ് ചെയ്യുക. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത മെത്തേഡ്, ലാസ്റ്റത്തെ മെത്തേഡ്, സ്ട്രോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. സ്ട്രോക്സ് ഡിസ്ക് diffusion method. Okay, in that first point, the test bacterium is inoculated on the central 1/3 and control on upper and lower third of the plate. Okay, ഇതെല്ലാം ഈ ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാണെങ്കിൽ നിങ്ങൾ ലാബ് സൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, കണ്ടാൽ മാത്രമേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകൂ. ഓക്കെ, എങ്കിലും ഇവിടെ പറയാം, ദ ടെസ്റ്റ് ബാക്ടീരിയം ഈസ് ഇനോക്കുലേറ്റഡ് ഓൺ ദി സെൻട്രൽ 1/3 ആൻഡ്, അതായത് പ്ലേറ്റിന്റെ ഈ നമ്മൾ ബാക്ടീരിയനെ ഇനോക്കുലേറ്റ് ചെയ്യാണ്. ഇനോക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ 1/3 ആൻഡ് കൺട്രോൾ ഓൺ അപ്പർ ആൻഡ് ലോവർ തേർഡ്സ് ഓഫ് ദി പ്ലേറ്റ്. അതായത് പ്ലേറ്റിലോട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാണ്. പ്ലേറ്റിന്റെ സെൻട്രൽ 1/3 നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സെൻട്രൽ 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ 1/3 ഭാഗത്ത്. ഓക്കെ, സെൻട്രൽ പോർഷൻ എടുത്താൽ അതിന്റെ 1/3 ഭാഗം, 1/3. ഓക്കെ, ആ 1/3 ഭാഗത്താണ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് 1/3 ഭാഗത്ത്, കേന്ദ്രം എടുത്ത് അതിലെ 1/3 ഭാഗത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് കൺട്രോൾ ഓൺ അപ്പർ ആൻഡ് ലോവർ തേർഡ് ഓഫ് ദി പ്ലേറ്റ്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, അത് മീൻസ് അതിന്റെ കൺട്രോൾ നടക്കുന്നത്
upper and lower third of the plate. Means അതായത് ഒരു അറേഞ്ച്മെന്റ് ആണ്. ഡിസ്കിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതിൽ മൂന്നാമത്തെ റോ ലോവർ തേർഡ് ഭാഗത്താണ്, ഏറ്റവും അടിയിൽ നിന്നുള്ള മൂന്നാമത്തെ ലോവർ തേർഡ് ഏറ്റവും അടിയിലെ മൂന്നാമത്തെ ഭാഗത്തായിട്ടാണ് അതിന്റെ ഒരു കൺട്രോൾ നടക്കുന്നത്. ക്ലിയർ ആയോ? എന്നോട് പറയാം. The test bacterium is inoculated on the central 1/3 and control on upper and lower third of the plate. അതായത് ബാക്ടീരിയത്തെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ 1/3 പ്ലേറ്റിന്റെ സെൻട്രൽ 1/3 ലായിരിക്കും. അതായത് കേന്ദ്രത്തിന്റെ 1/3 ഭാഗത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന്റെ കൺട്രോൾ നടക്കുന്നത്, ഇതിന്റെ ഒരു കൺട്രോൾ നടക്കുന്നത് ലോവർ തേർഡ് പ്ലേറ്റിലായിരിക്കും, പ്ലേറ്റിന്റെ ലോവർ തേർഡ് ഭാഗത്തായിരിക്കും. ക്ലിയർ ആയോ? Then next point. However, in modified Stokes disk diffusion method, the test bacterium is inoculated over the upper and lower thirds of the plate and control on central 1/3. ഇത് ഫസ്റ്റ് ഇതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള എങ്കിലും മോഡിഫൈ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്ക് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിൽ ആദ്യം ഫസ്റ്റ് മീൻസ് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ്, ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക, ആ ഒരു വഴിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മോഡിഫൈ ഇത് ഈ ഒരു ടെസ്റ്റിനെ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ടെസ്റ്റിൽ എങ്ങനെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടെസ്റ്റ് ബാക്ടീരിയം ഈസ് ഇനോക്കുലേറ്റഡ് ഓവർ ദി അപ്പർ ആൻഡ് ലോവർ തേർഡ് ഓഫ് ദി പ്ലേറ്റ്. നേരെ തിരിച്ചായി. അതായത് ഇവിടെ നമ്മൾ ഇനോക്കുലേറ്റ് ബാക്ടീരിയനെ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ തേർഡ് ഓഫ് ദ പ്ലേറ്റിലാണ്. അതായത് മൂന്നാമത്തെ ഭാഗം മീൻസ് താഴെ നിന്ന് അറേഞ്ച് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ എന്താ പറയാ അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് കൺട്രോൾ ഓൺ സെൻട്രൽ 1/3. ഇവിടെ എന്താണ്? കൺട്രോൾ ആണ് സെൻട്രൽ ഭാഗത്ത് നടക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്, ഒന്നാമത്തെ പോയിന്റിലെ നേരെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ. ക്ലിയർ ആയി? അത് മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ രണ്ടാമത്തെ പോയിന്റിലോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി ഈ ടെസ്റ്റിനെ മോഡിഫൈ ചെയ്തപ്പോൾ. ക്ലിയർ ആയോ? ഓക്കെ. Then next point. Antibiotic disc are applied between the standard and test inocula. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഡിസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈഡ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ് ഇനോക്കുല. ടെസ്റ്റ് ഇനോക്കുലന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ, അതിനിടയിലായിട്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക് ഡിസ്കിനെ അപ്ലൈ ചെയ്യുന്നത്. മീൻസ് ഇനോക്കുലം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇനോക്കുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ബാക്ടീരിയ ബാക്ടീരിയയുടെ മധ്യഭാഗം അതിനിടയിലായിട്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഡിസ്കിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ആന്റിബയോട്ടിക് ഒന്നും പറയാം. ആന്റിബയോട്ടിക് ഡിസ്ക് ആർ അപ്ലൈഡ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ് ഇനോക്കുല. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതും അതുപോലെ തന്നെ ടെസ്റ്റ് ഇനോക്കുല. ടെസ്റ്റ് ഇനോക്കുല ബാക്ടീരിയ അതിനിടയിലായിട്ടാണ് ഈ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്മൾ ഡിസ്കിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ആദ്യം പറഞ്ഞു. പ്ലേറ്റിൽ എങ്ങനെയാണ് നമ്മൾ ബാക്ടീരിയനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ അറേഞ്ച്മെന്റിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക് ഡിസ്കിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. എ മാക്സിമം ഓഫ് 6 antibiotic discs can be applied on a 100 mm diameter plate. അതായത് നമ്മളൊരു മാക്സിമം ഒരു 6 ആന്റിബയോട്ടിക് ഡിസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു 6 ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഡിസ്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കൂടിപ്പോയാൽ മാക്സിമം ആണ്. മാക്സിമം ഓഫ് 6 antibiotic discs can be applied on 100 mm diameter plate. അതായത് ഒരു 100 mm വ്യാസമുള്ള പ്ലേറ്റിൽ നമ്മൾ ഒരു 6 മാക്സിമം കൂടിപ്പോയാൽ 6 ആന്റിബയോട്ടിക് ഡിസ്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു 100 mm ആയിട്ടുള്ള ഡയമീറ്റർ പ്ലേറ്റിൽ. അതായത് ഒരു പ്ലേറ്റിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഒരു 6 ആന്റിബയോട്ടിക് ഡിസ്ക് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? Okay. The last point. The plates are then incubated at 37 degrees Celsius for 60 to 18 hours. അതിനുശേഷം നമ്മൾ ഈ പ്ലേറ്റിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ഈ അറേഞ്ച്മെന്റിനെല്ലാം ശേഷം നമ്മൾ പ്ലേറ്റിനെ ഇൻക്യുബേറ്റ് ചെയ്യും ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ
ഒരു 16 to 18 മണിക്കൂർ നേരത്തോട്ട്. അങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുന്നത്. Is it clear? ഇത്രയാണ് സ്ട്രോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. എന്നോട് പറയാം, the test bacterium is inoculated on the central 1/3 and control on upper and lower third of the plate. Okay, അതായത് ടെസ്റ്റ് ബാക്ടീരിയത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ബാക്ടീരിയത്തെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് പ്ലേറ്റിന്റെ 1/3 ഭാഗത്തോട്ടാണ് നമ്മൾ പ്ലേറ്റിനെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൺട്രോൾ നടക്കുന്നത് ലോവർ തേർഡ് ഭാഗത്തായിരിക്കും. ഓക്കെ, then however second point പറയുന്നത് however in modified Stokes disk diffusion method ഇതിനെ മോഡിഫൈ ചെയ്തു ഈ ടെസ്റ്റിനെ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയി അറേഞ്ച്മെന്റ്. then third point പറഞ്ഞിരിക്കുന്നത് ആന്റിബയോട്ടിക് ഡിസ്ക് ആർ അപ്ലൈഡ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ് ഇനോക്കുല. അതായത് ആന്റിബയോട്ടിക് ഡിസ്കിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് മീൻസ് അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു ഇതിനും അതുപോലെ തന്നെ ടെസ്റ്റ് ഇനോക്കുലയ്ക്കും മീൻസ് ബാക്ടീരിയത്തിനും ഇടയിലായിട്ടാണ്, ഇനോക്കുലത്തിനും ഇടയിലായിട്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക് ഡിസ്കിനെ, ഈ ഒരു അറേഞ്ച്മെന്റിന് ഇടയിലായിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക് ഡിസ്കിനെ അപ്ലൈ ചെയ്യുന്നത്. Then next point പറഞ്ഞിരിക്കുന്നത് a maximum of 6 antibiotic disc can be applied on a 100 mm diameter plate. ഒരു 100 mm diameter പ്ലേറ്റിൽ മാക്സിമം നമ്മൾ ഒരു 6 ആന്റിബയോട്ടിക് ഡിസ്ക് ആണ് അപ്ലൈ ചെയ്യുക. Then next point പറഞ്ഞിരിക്കുന്നത് the plates are then incubated at 37 degrees Celsius for 16 to 18 hours. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ പ്ലേറ്റിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും, ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും ഒരു 16 to 18 മണിക്കൂർ നേരത്തോട്ട്. ക്ലിയർ? ഇത്രയാണ് നിങ്ങളുടെ ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി. നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി എന്നേ ഉള്ളൂ. ഓക്കെ, മീൻസ് ടെസ്റ്റുകളാണ് അതിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ടെസ്റ്റുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി എന്ന് മാത്രമാണ്, ടെസ്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, മീൻസ് അതൊരു ടെസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സെൻസിറ്റിവിറ്റി എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു, പിന്നെ ടൈപ്സ്, അതുപോലെ തന്നെ ഈ ഇത്രയും ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അതുമാണ് ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എനി ഡൗട്ട്? ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തത് ഇനി വരുന്നത് അടുത്തൊരു സെക്ഷൻ ആണ്, 5ാമത്തെ യൂണിറ്റിൽ തന്നെ അടുത്തൊരു സെക്ഷൻ, അതായത് ഐസൊലേഷൻ ഓഫ് വൈറസ് ആണ്. ഇനി വൈറസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ കൾച്ചറും അതിന്റെ സെൽ കൾച്ചർ ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അത് 2 മണിക്കിന്റെ ക്ലാസ്സിൽ എടുക്കാം. 2 to 2:30 നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ഫ്രൈഡേന്റെ സ്പെഷ്യൽ, കഴിഞ്ഞ ട്യൂസ്ഡേ ലീവ് ആയിരുന്നു, അതിന്റെ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? Is it clear? Okay. ബാക്കി ക്ലാസ് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.